ഭാരതത്തിലെ ഏറ്റവും പുണ്യമായി സങ്കല്പിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. 12 ജ്യോതിർലിംഗങ്ങളിലൊന്ന് പുണ്യനദിയായ ഗംഗയുടെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. വാരാണസിയിലെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിശ്വനാഥൻ എന്നും വിശ്വേശ്വരൻ എന്നും അറിയപ്പെടുന്നു. വാരാണസിക്ക് കാശി എന്നൊരു പേരുകൂടി ഉള്ളതുകൊണ്ടാണ് ഈ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ജ്യോതിർലിംഗങ്ങളുടെ ആവിർഭാവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി ഒരു തർക്കം ഉടലെടുത്തു. പ്രശ്നപരിഹാരത്തിനായി ഇരുവരും ഭഗവാൻ പരമശിവനെ സമീപിച്ചു. ഭഗവാൻ ഒരു വലിയ പ്രകാശസ്തംഭത്തിൻ്റെ രൂപത്തിൽ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ 2 അറ്റങ്ങളും കണ്ടുപിടിച്ചു വരാൻ അവരോട് ആവശ്യപ്പെട്ടു അത്രേ. വിഷ്ണു സ്തംഭത്തിൻ്റെ മുകൾ ഭാഗത്തേക്കും ബ്രഹ്മാവ് താഴ്ഭാഗത്തേക്കും യാത്രയായി. ഏറെ യാത്ര ചെയ്തിട്ടും ഇരുവർക്കും അഗ്രഭാഗങ്ങൾ കാണാനായില്ല. തിരികെ എത്തിയ വിഷ്ണു അഗ്രം കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞപ്പോൾ അഗ്രം കണ്ടെത്തിയെന്ന് ബ്രഹ്മാവ് നുണ പറഞ്ഞു അത്രേ. ഇതിൽ കുപിതനായി ശിവൻ ബ്രഹ്മാവിനെ ശപിച്ചുവത്രേ, മനുഷ്യരാരും നിന്നെ ആരാധിക്കാതെ പോകട്ടെ എന്ന്. അങ്ങനെയാണത്രേ ബ്രഹ്മപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഇല്ലാതായത്. പിന്നീട് ഈ പ്രകാശസ്തംഭം 12 ഭാഗങ്ങളായി മഹാദേവൻ വിഭജിച്ചു. ഓരോ ഭാഗവും ഓരോ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് 12 ജ്യോതിർലിംഗങ്ങൾ ഉണ്ടായത്. അതിലൊന്നാണ് കാശിയിലുള്ളത്. കാശിയിൽ ദർശനം നടത്തുമ്പോൾ തീർച്ചയായും ദർശിക്കേണ്ട ഒരിടമാണ് മണികർണികാഘട്ട്. ഇതിനെക്കുറിച്ചും ഒരു ഐതിഹ്യമുണ്ട്. ദക്ഷരാജാവ് ഒരു മഹായാഗം നടത്തിയത്രേ. തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ച പരമശിവനോടുള്ള വെറുപ്പ് കാരണം രാജാവ് അദ്ദേഹത്തെ ഒഴിച്ച് മറ്റുള്ള ദൈവങ്ങളെയെല്ലാം യോഗത്തിനായി ക്ഷണിച്ചു. തൻ്റെ ഭർത്താവിനെ അപമാനിച്ചതിൽ കുപിതയായ ദക്ഷപുത്രി സതീദേവി അക്കാര്യം ചോദിക്കുന്നതിനായി യാഗശാലയിലെത്തി. എന്നാൽ ദക്ഷൻ ദേവിയെ അപമാനിച്ചു വിടുകയായിരുന്നു. ഇതിൽ മനംതൊന്ന ദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. ഇതറിഞ്ഞ മഹാദേവൻ കോപം അടക്കാനാകാതെ അവിടെ എത്തി ദക്ഷനെ കൊന്നു. അതുകൊണ്ടും മനസ്താപം തീരഞ്ഞ് മഹാദേവൻ പലയിടങ്ങളിലായി അലഞ്ഞു നടന്നു. അന്ന് അദ്ദേഹം കാശിയിലും എത്തിയിരുന്നു അത്രേ. അന്ന് അദ്ദേഹം കാശിയിലേക്ക് പ്രവേശിച്ചത് മണികർണികാഘട്ട് വഴിയാണ് എന്നാണ് ഐതിഹ്യം. സ്കന്ദപുരാണത്തിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടെങ്കിലും ഇത് ആദ്യമായി നിർമ്മിച്ചത് എന്നാണെന്നത് വ്യക്തമായി എവിടെയും പറയുന്നില്ല. എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ ഈ ക്ഷേത്രം ആദ്യമായി ഇടം പിടിക്കുന്നത് ക്രിസ്തുവർഷം 1194 മുഹമ്മദ് ഗോറിയുടെ ആക്രമണത്തോടെയാണ്. അന്ന് ഗോറിയുടെ സേനാധിപനായിരുന്ന കുത്തബുദ്ദീൻ ഐബക്ക് കനോജിലെ രാജാവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ക്ഷേത്രം നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 1211-1266 കാലഘട്ടത്തിൽ ഒരു ഗുജറാത്തി വ്യാപാരിയാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. പിന്നീടും പലതവണ ഈ ക്ഷേത്രം വൈദേശിക ആക്രമണങ്ങൾക്ക് വിധേയമാവുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിരുന്നു. അവസാനമായി 1828 മറാത്ത രാജാവായിരുന്ന ദൗലത് റാവുവിൻ്റെ വിധവ ബൈജാബായിയാണ് 40ഓളം സ്തംഭങ്ങളോടുകൂടിയ ഈ ക്ഷേത്രം ഇവിടെ പണിതീർത്തത്. ദിവസേന അതിരാവിലെ 2:30 മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത്. 3 മണി മുതൽ 4 മണി വരെ മംഗളാരതി നടക്കും. അതിനുശേഷം 4 മണി മുതൽ 11 മണി വരെ ഭക്തർക്ക് ക്ഷേത്രദർശനം അനുവദിക്കും. 11:30 മുതൽ 12 വരെ ഭോഗ് ആരതി നടക്കും. അതിനുശേഷം രാത്രി 7 മണി വരെ ഭക്തർക്ക് ക്ഷേത്രദർശനം നടത്താവുന്നതാണ്. രാത്രി 7 മണി മുതൽ 8:30 വരെ സപ്തർഷി ആരതി ഉണ്ടായിരിക്കും. അതിനുശേഷം രാത്രി 9 മണി വരെ ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടുണ്ട്. 9 മണി മുതൽ 10:30 വരെ വീണ്ടും ഭോഗാരതി. അത് കഴിഞ്ഞാൽ 10:30 മുതൽ 11 വരെയുള്ള ശയൻ ആരതിക്ക് ശേഷം ക്ഷേത്രനട അടയ്ക്കും. ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ, ക്യാമറ, ലോഹവസ്തുക്കൾ, സിഗരറ്റ്, ലൈറ്ററുകൾ എന്നിവ കൊണ്ടുപോകാൻ അനുവാദമില്ല. മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണം നിഷ്കർഷിക്കുന്നു. കൂടെ പോലീസ് പരിശോധനകൾ ഉണ്ടായേക്കാം എന്നതിനാൽ അതുമായി സഹകരിക്കണം. പാദരക്ഷകളും അനുവദനീയമല്ല. വാരാണസിയിൽ നിന്നും 22 കിലോമീറ്റർ മാറിയുള്ള ബബത്പൂർ വിമാനത്താവളത്തിലേക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിമാന സർവീസുകളുണ്ട്. ട്രെയിൻ മാർഗമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വാരാണസി ജംഗ്ഷനിൽ ഇറങ്ങുക. അവിടെ നിന്നും 6 കിലോമീറ്റർ മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. റോഡ് മാർഗമാണെങ്കിൽ കൽക്കട്ട, ഡൽഹി നാഷണൽ ഹൈവേ വഴിയും ഇവിടെ എത്താം.